ആദ്യം പറയാനുള്ള കാര്യം സാറെന്നൊന്നും വിളിക്കേണ്ട, സാധാ ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു സ്കൂളിലും കുട്ടികളെ പഠിപ്പിക്കുന്ന സാറൊന്നുമല്ല, ഞാൻ സാധാരണ വ്യക്തിയാണ്. നല്ല പടം കേട്ടോ. നിങ്ങൾ കണ്ടായിരുന്നോ പടം? നിങ്ങൾ കണ്ടില്ല, പിന്നെ നിങ്ങൾ എന്തുണ്ടാക്കാനായിട്ടാണ് ഇതും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്? ഞാൻ പടം കണ്ടു, നല്ല പടമാണ്. ഫ്രീ ടിക്കറ്റ് ഒന്നുമല്ല, പൈസ കൊടുത്ത് കയറി കണ്ടാണ്. ഫ്രീ ടിക്കറ്റ് ഒന്നും കയറി കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മലയാള സിനിമകളെ ജനങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്താണ് ഈ പടം ഞാൻ കണ്ടത്. ഉള്ള കാര്യം കോമഡി വർക്കൗട്ട് ആയോന്ന് ചോദിച്ചാൽ സിജു വിൽസന്റെ നല്ല നല്ല കോമഡീസ് ഉണ്ട് അതിനകത്ത്. നമുക്ക് മറ്റേ തുണ്ട് സിനിമ കണ്ട് നമ്മൾ ചില സമയത്തൊക്കെ ചിരിച്ചില്ലേ, അതേപോലെ നല്ല മനോഹരമായ കോമഡീസ് ഉള്ള ഒരു സിനിമയാണ്. ഇമോഷണലി കണക്ട് ആയെന്ന് ചോദിച്ചാൽ ഞാൻ കഥ പറയുന്നില്ല, നിങ്ങൾ പോയി കാണുക. നീയൊക്കെ ഇത് കണ്ട് കുറ്റം പറയുന്നേ കാട്ടി നിങ്ങൾ പടം വന്ന് കണ്ടിട്ട് കുറ്റം പറയാൻ. മലയാളീസ് അങ്ങനെയാണല്ലോ, പടം കണ്ടിട്ട് കുറ്റം പറയുന്നേ കാട്ടി പടം വന്ന് കാണും. ചെറിയൊരു ക്യാൻവാസ് ചെയ്തേക്കുന്ന ഒരു പടമാണ്. സിജു വിൽസൺ സിജു വിൽസൺ ഈ ഒരു പ്രൊജക്റ്റ് എടുക്കണ്ടായിരുന്നു. പുള്ളിക്ക് വേറെ നല്ല നല്ല ഓഫേഴ്സ് ഒക്കെ കിട്ടുമായിരുന്നു, പക്ഷെ പുള്ളി എന്തോ ഇതെടുത്തത് എനിക്കറിയത്തില്ല. എന്തായാലും നല്ലൊരു ചിത്രമാണ്, എല്ലാവരും വന്ന് കാണും. കാര്യം ഇന്നിപ്പോൾ പവി കെയർ ടേക്കർ റിലീസായേക്കാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും ഈ പടം മുങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇത് ചെറിയൊരു പടമാണെന്നൊക്കെ വിചാരിച്ചായിരിക്കും, പക്ഷേ ആ റേഞ്ച് തന്നെ നിൽക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സൂപ്പർ പക്ക നൈസ് മൂവിയാണ് ഈ ഒരു സിനിമ. ഇതിൻ്റെ ഒരു കഥയൊക്കെ പറഞ്ഞു പോകുന്നതെന്നൊക്കെ വെച്ചാൽ പക്ക നമുക്ക് നാച്ചുറലായിട്ട് നമ്മളിങ്ങനെ കണ്ടങ്ങ് ഇരുന്ന് പോവും. നമ്മളിങ്ങനെ അങ്ങ് ഇരുന്ന് പട്ടെ നൈസ് എന്നൊക്കെ പറഞ്ഞിരിക്കും. പടം സൂപ്പറാണ്. ഒരു വൺ ടൈം വാച്ചിന് നമുക്ക് മസ്റ്റായിട്ട് തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. കണ്ടപ്പോൾ നല്ല രീതി കോമഡീസ് ഒക്കെ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. എങ്കിലും ഇടയ്ക്ക് ചില രീതിയിലൊക്കെ ചില കോമഡിയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. എങ്കിലും സിനിമയിൽ ഓവറോൾ വൺ ടൈം വാച്ച് ചെയ്യാൻ തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന നല്ല സിനിമയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം പവി കെയർ ടേക്കർ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയിടയ്ക്ക് ഈ സിനിമ മുങ്ങിപ്പോകത്തില്ലെന്ന് തോന്നുന്നു. പടം ഒരു ആവറേജ് സിനിമയാണ്. വൺ ഡേ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. ഷിജു വിൽസന്റെ ആക്ടിംഗ് ഒക്കെ നല്ലതാണ്. കൊള്ളാം, അത്യാവശ്യം കണ്ടോണ്ടിരിക്കാം. വലിയ കോമഡി അത്യാവശ്യം ഒക്കെ ഉണ്ട്, കണ്ടോണ്ടിരിക്കാം. സിജു വിൽസന്റെ പെർഫോമൻസ് ഒക്കെ പുള്ളിക്കാരന് ഇപ്പം അധികം പടങ്ങളൊന്നും വരുന്നില്ല, പടങ്ങൾ വരട്ടെ. ഇതിൽ നല്ല പെർഫോമൻസ് ആണ് പുള്ളിക്കാരൻ കാഴ്ചവെച്ചിട്ടുള്ളത്. അങ്ങനെ പടം കൊള്ളാം, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇപ്പം ദിലീപിൻ്റെ പവി കെയർ ടേക്കർ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ ഈ സിനിമ മുങ്ങിപ്പോകാൻ പാടില്ല. അപ്പോൾ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, സിജു വിൽസന്റെ തിരിച്ചുവരവ് തന്നെയാണ്. സിജു വിൽസന്റെ തിരിച്ചുവരവ് തന്നെയാണ്. കാരണം 21ാം നൂറ്റാണ്ടോ അതിൻ്റെ സിനിമ ഉണ്ടല്ലോ, അതിൽ കിടിലം ഞാൻ തിയേറ്ററിൽ ഓണം റിലീസായിരുന്നല്ലോ, ആ നല്ല പെർഫോമൻസ് ആയിരുന്നു സിജു വിൽസൺ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ മറ്റേ അച്ഛൻ്റെ ഒരു പടം ഉണ്ടല്ലോ, വരയാൻ, അതും കൊള്ളാം. അതിനുശേഷം ഈ രണ്ട് സിനിമയ്ക്ക് ശേഷം ഇപ്പം നല്ലൊരു പടം, ഈ പടം ഓടണം, നല്ലൊരു സിനിമയാണ്.